തന്നെയാണ് എൻ്റെ കാലിന്റെ വീഡിയോസ് ഇടി ചേച്ചി തന്നെയാണ് എൻ്റെ ഇഷ്ടപ്പെടുന്നവർ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ചില വ്ളോഗേഴ്സ് എടുത്ത് ഇന്നുകൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രൊമോഷനാണ് അതൊക്കെ. കാലവിടെ നിക്കട്ടെ. എന്താ ഈ കാലിന്റെ അടിയില് കപ്പലോ? എന്തിനാ ചേച്ചി ഇത്? മുങ്ങാതിരിക്കാനാ? എന്തായാലും ചേച്ചി നടക്കുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ രണ്ട് കപ്പലും തമ്മിലേ കൂട്ടിമുട്ടും. വെറുതെ നമ്മളായിട്ട് എന്തിനാ ഒരു അപകടം ഉണ്ടാക്കണേ? ടൈറ്റാനിക്കിന്റെ ക്ഷീണം തന്നെ എപ്പോഴും മാറിയിട്ടില്ല. അല്ലാന്നോ കാലും കപ്പലും? അല്ല നിങ്ങൾ തന്നെ പറയും, എന്താ ഈ കാലിന് ഇത്ര പ്രത്യേകത? എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഇതിന് വലിയ പ്രത്യേകത ഒന്നും ഞാൻ കാണില്ല. ഇതിന് പാകമുള്ള എന്താണെന്നറിയോ? കുറച്ച് ഉണങ്ങിക്കണു, അതന്നെ ഉള്ളൂ. എന്നിട്ട് ഇതിന്റെ എന്ത് വീഡിയോ എടുക്കുന്നാണ് ഈ പറയണേ? എന്നിട്ട് പറയണേട്ടില്ലേ രണാസുന, ഞാൻ എൻ്റെ ആരാധകർക്ക് വേണ്ടിയിട്ടേ എന്തായാലും ഈ കാലിന്റെ വീഡിയോ ഇടും. എന്താന്നാ പറയണേ? അഹങ്കാരം തലക്ക് പിടിച്ചിക്കാന്ന് അറിയില്ലേ? അതന്നെ. ഇതിന്റെ ഒപ്പം കുറച്ച് കിഴങ്ങന്മാരും ഉണ്ട് ഇതിനൊക്കെ ഒത്താശ ചെയ്യാന്. അതിന്റെ അഹങ്കാരമാണ് ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഉണ്ടോക്കി. സബ്സ്റ്റേഷൻ ഇപ്പൊ എങ്ങനെയുണ്ട്? സബ്സ്റ്റേഷൻ എന്തുവാ സംഭവം? സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അതിന് സബ്സ്റ്റേഷൻ കാണും. അതാണ് നീ ഉദ്ദേശിക്കുന്നത്? സബ്സ്റ്റേഷൻ അതാണ് സബ്സ്റ്റേഷൻ. എന്തുവാ സംഭവം? എനിക്ക് ഇത്രയും കാലത്തെ മീഡിയ ഫീൽഡ് നടന്നിട്ട് നിനക്ക് സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് പറയാൻ പോലും അറിയത്തില്ല. നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല ആരപ്പ ഈ പറയണേ? വന്ദേ മാതരം എന്ന് പറയേണ്ടോടത്തേ വന്ദേ ഭാരത് എന്ന് പറഞ്ഞ ആളാണ്. അല്ല മാളെ, ഇപ്പൊ അടുത്തല്ലേ ഈ നാക്കുവടിയൊക്കെ തുടങ്ങിയത്? അതിന്റെ മുന്നേ എന്തൊക്കെയാ പറഞ്ഞേ അനക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ ഇവിടെ ഉണ്ടാവും ഈ സോഷ്യൽ മീഡിയയില്. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ ആകെ അറിയും സബ്സ്ക്രിപ്ഷൻ. അതില്ലാത്തൊരു കളിയില്ലല്ലോ. മറ്റേ തുണി അമ്മിയാക്കിയിട്ട് സംഭവാമി യുഗേ യുഗം അതില് കയറിയിട്ട് കോണത്തിലെ ഡാൻസും മറ്റേ സാമഗ്രികളൊക്കെ കാണിക്കലല്ലേ ഇപ്പത്തെ പണി. ഈ സുന മാത്രല്ല കുറെ എണ്ണം ഇറങ്ങിക്കണു ഈ ഒരു പേരും പറഞ്ഞിട്ട്. തുണിയും കമ്മിയാക്കിയിട്ട് നാണോ മാനല്ലാതെ അവനാൻ്റെ സ്വകാര്യ ഭാവങ്ങളൊക്കെ പരസ്യമായിട്ട് എല്ലാവർക്കും കാട്ടിക്കൊടുക്കണ ഒരു പരിപാടി. കാണിച്ചു കൊടുത്തോളി, നല്ലോണം കാണിച്ചു കൊടുത്തോളി. ഇതിനു മുന്നേ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ കാണിച്ചു കൂട്ടിയ തന്നെയാണ്. ഒക്കെ ഈ വളവും തെളിവും ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പോയി കഴിഞ്ഞാലേ ഒരു പട്ടിന്റെ വിലയും കൂടി ഉണ്ടാവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ നാണമാനല്ലാത്ത കൈതകള് അങ്ങനെ തന്നെ പറയാം. ഇവരൊക്കെ കത്തിക്കലേ വൈകാതാണ്. ഇതിനൊക്കെ ഒരു അറുതി വരാനായിക്കണു. അപ്പൊ പോലെ എന്താ കാട്ടുക? റോട്ടിൽ ഇറങ്ങിയിട്ട് തുണി അയച്ചാടി. അല്ല ഇവർക്ക് വേറെ ഒന്നും അറിയില്ലല്ലോ, ഇതൊക്കെ തന്നെയല്ലോ അറിയാം. എന്നിട്ട് ഇവരൊക്കെ പറയണേക്കണം ഞാനിപ്പോ ഒറ്റക്കാണ് ജീവിക്കണേ. ഒറ്റക്കാണെങ്കിലേ അന്തസ്സായിട്ട് ജീവിക്കണം, അല്ലാതെ ഇങ്ങനെ സാമാനം കാണിച്ചിട്ടല്ലേ ജീവിക്കുക. അതിന് പറയണ പേരേ വേറെയാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടി കൂൾ ഡാൻസ് സുന്ദരി ഓൺ ദി സ്റ്റേജ്. ഹലോ ഇത് മാത്രല്ല മറ്റേ എക്സ്ക്ലൂസീവ് ഉണ്ട്, വൈകിക്കാതെ എല്ലാരും പോയി കണ്ടോളി. അല്ലാന്ന് ഇതിന്റെയൊക്കെ പിന്നാലെ പോണ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥയെ ഞാൻ ആലോചിക്കാണ്. വല്ലാത്ത ജാതി മനുഷ്യന്മാര്.